എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 26 മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റുക, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വേക്കൻസി ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡാറ്റ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട്. കാരണം ഈ ഒരു വേക്കൻസി പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ഒരു ട്രാൻസ്ഫർ അല്ല ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേക്കൻസി ലിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകും. അപ്പോൾ അത് ഒരു ലിങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള, അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക, ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ആ ഒരു പേജാണ്. അപ്പോൾ ഏകദേശം സെയിം ഈ ഒരു പേജ് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ തന്നെ യൂസർ നെയിം ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ പേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസുകൾ ഓട്ടോമാറ്റിക്കലി അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാനുവൽ ഫോർ ഓൺലൈൻ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ആദ്യം തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങളുടെ എല്ലാവിധ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൊടുത്ത ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് അക്കങ്ങളിലെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ ഫോണിലേക്ക് സെൻഡ് OTP ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു OTP കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. വെൽക്കം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണാം. നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താണ് എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമായിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജാണ്, അതായത് ഈ ഒരു പേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം പിന്നീട് രണ്ടാമത്തേത് ബേസിക് ഡീറ്റെയിൽസാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഈ നിങ്ങളുടെ ഫാദർ, അതുപോലെ തന്നെ മദർ, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ എങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ് കാറ്റഗറി, അതുപോലെ റിലീജിയൻ, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബോണസ് പോയിന്റ്, അതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേഡ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നീട് സേവ് ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ പോകുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് എന്നാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫസ്റ്റോ മറ്റോ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നും ചെയ്യേണ്ടതില്ലെങ്കിൽ അതിന് ലാസ്റ്റ് തന്നെ ആക്കിയിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജില്ല ഉണ്ട്, ജില്ല ആലപ്പുഴയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലെ സ്കൂളിലേക്കാണ് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അവിടെ ആ ഒരു കാര്യം കൊടുക്കുക. അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു രീതിയിൽ കൊടുക്കാൻ സ്വന്തമായിട്ട് അറിയുമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഈ ഒരു രീതിയിൽ എത്ര ഓപ്ഷൻ വേണോ അത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് 10, 20, 30 എത്ര ഓപ്ഷനാണ് വേണ്ടത് അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ്റെ നേരെയായിട്ട് ഇതുപോലെ എഡിറ്റ് അതുപോലെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓപ്ഷനെ ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷൻസ്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അവസാനത്തെ പ്രിവ്യൂ പേജിലേക്ക് എത്തുന്നു. പ്രിവ്യൂ പേജിൽ അവസാനം ഫയൽ അപ്ലോഡ് പേജിലാണ്, അതായത് അടുത്ത 5ാമത്തെ സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ബോണസ് പോയിന്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് പോലുള്ള വിവിധ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ടൈപ്പിൽ ആ ഒരു ബോണസ് പോയിന്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് അടുത്തത് ഏതാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോഴ്സുകൾ ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെൻറ്റിൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതല്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു. അതുപോലെ കരിക്കുലർ ആക്ടിവിറ്റീസ് അതുപോലെ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന കാര്യം കൂടി ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അപ്പോൾ പ്രിവ്യൂ പേജിൽ നിങ്ങൾ അതുവരെ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾ നൽകിയിട്ടുള്ളതിൽ ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് തെറ്റായിട്ട് കാണുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെ തിരുത്തുന്നതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓരോ പ്രിവ്യൂ പേജിൻ്റെ നേരെയും ഇതുപോലെ ഓരോ പച്ച ബട്ടൺ ഓരോ ഡീറ്റെയിൽസിൻ്റെ അടിയിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് കാൻഡിഡേറ്റ് ഡാറ്റയാണ്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ഓരോ ഡീറ്റെയിൽസിൻ്റെ അവിടെയും അതായത് ഈ രീതിയിൽ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേഡ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും ഈ രീതിയിൽ ആ ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓപ്ഷൻസ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മാറ്റങ്ങളും വരുത്തി ഇനി അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു തെറ്റുകളും ഇല്ല എന്നാണെങ്കിൽ പിന്നീട് അവസാനം നിങ്ങൾക്ക് അവിടെ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടി ഒരു തവണ കൂടി ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും തെറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന്. ഒരു തെറ്റും അപേക്ഷയിൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ ആ ഒരു ഫൈനലായിട്ട് സബ്മിറ്റഡ് ആയി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാതെ ജസ്റ്റ് ആ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സബ്മിറ്റഡ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നീട് ഈ ഒരു സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാവുന്നതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂളുകളിൽ അഡ്മിഷൻ നേടാവുന്നതുമാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ HSC നിന്ന് VHSCയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ VHSC ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. VHSC ട്രാൻസ്ഫറല്ല, VHSC സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. അപ്പോൾ VHSC സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു കിട്ടിയ ഓപ്ഷൻ തന്നെ മതിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് HSCയിൽ നിന്ന് VHSCയിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.